അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖബർ സിയാറത്ത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്തിനാണ് ഖബർ സിയാറത്ത്? എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? അത് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയുക. ഒന്ന്, ആ ഖബർസ്ഥാനിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒരു പരലോകത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മ, മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത. കാരണം ആ കിടക്കുന്നത് എൻ്റെ വാപ്പയാണ്, അല്ലെങ്കിൽ അപ്പുറത്ത് കിടക്കുന്നത് എൻ്റെ അതേ പ്രായത്തിലുള്ള എൻ്റെ അടുത്തുള്ള ബെഞ്ചിൽ ഇരുന്ന പഠിച്ച സുഹൃത്താണ്, ഇപ്പുറത്ത് ഇരിക്കുന്നത് എൻ്റെ മൂത്താപ്പാൻ്റെ മകനാണ് കിടക്കുന്നത്. ഇവരൊക്കെ ഞങ്ങളുടെ പ്രായത്തിൽ പെട്ടെന്ന് ആക്സിഡൻ്റ് ആയിട്ടും രോഗമായിട്ടൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോയതാണ്. ഇതുപോലെ ഞാനും മരിക്കേണ്ടവനാണ്, ഇവിടെ വന്ന് കിടക്കേണ്ടവനാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം, മരണത്തെക്കുറിച്ച് സ്മരിക്കണം. കൂടുതൽ ഭൗതികമായ ജീവിതത്തിൻ്റെ പിന്നാലെ എനിക്ക് നെട്ടോട്ടമോടാൻ സമയമില്ല. ആരോടും വാശിയും വക്കാണവുമില്ലാതെ പരിഭവമില്ലാതെ നല്ലൊരു മനസ്സോടുകൂടി ജീവിക്കണം എന്നൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഖബർ സന്ദർശിക്കുക എന്നത്. ഒന്ന്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഖബറിൽ കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് പടച്ചോനെ ഇവർക്ക് അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണം, നാളെ പരലോകത്ത് അവർക്ക് സ്വർഗം കൊടുക്കണം, ഞങ്ങളെ അവരെയൊക്കെ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആരോട്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ രണ്ട് ലക്ഷ്യമാണ്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഖബറുകളെ അടുക്കൽ പോവുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലക്ഷ്യം, ഇസ്ലാം വെച്ച രണ്ട് ലക്ഷ്യത്തിന് നേരെ എതിരായ സമീപനമാണ് കാണുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞത് എന്താ, പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഓർക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഈ ഉറൂസുകൾ, ഖബറുകൾ കെട്ടിപ്പൊക്കി അത് അലങ്കരിച്ച് അവിടെ വലിയ ഒരു ഘോഷയാത്രയാക്കി അവിടെ മാമാങ്കങ്ങൾ സംഘടിപ്പിച്ച്, ഉത്സവങ്ങൾ സംഘടിപ്പിച്ച്, ആന വന്ന്, അമ്പാരി വന്ന്, അവിടെ കൊട്ടും മേളവും വർണ്ണാഭമായ കാഴ്ചകളും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. നെഞ്ചത്ത് കൈവച്ച് പറയൂ, അവിടെ വരുന്ന ഒരാൾക്ക് മരണത്തെക്കുറിച്ചാണോ ചിന്ത ഉണ്ടാവുക, പരലോകത്തെക്കുറിച്ചാണോ ഓർമ്മ ഉണ്ടാകുക? ഈ ഭൗതികമായ ഒരു മായാവലയത്തിൽ കൂടുതൽ അഭിരമിക്കുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടാവുക? നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയും എന്താണ് ഈ ഉത്സവങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്ലാം പറഞ്ഞതിന് നേരെ എതിരാണ് അവിടെ നടക്കുന്നത്. ആ ഖബറിന്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യുന്നു, ആ ഖബറാളിയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പറയുന്നു. ചില ആളുകൾ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് ആ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം. എന്താ ഇസ്ലാം പറഞ്ഞത്? ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാണ് അവിടെ പോകേണ്ടത്. പക്ഷെ നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. അപ്പൊ ഖബർ സിയാറത്തിന്റെ പേരിൽ എന്താണോ ഇസ്ലാം പറഞ്ഞത് അതിന് നേരെ എതിരായ കാര്യമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ആ ദർഗകൾ നമ്മുടെ അഭയ കേന്ദ്രങ്ങളല്ല. അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലാണ് ശരിയായ തൗഹീദാണ് പ്രധാനം. അത് മനസ്സിലാക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മെയ് 10 ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മറുപടി പറയാനും പറ്റുന്ന ഒരു വേദി, ഒരു മുഖാമുഖം പ്രോഗ്രാം തന്നെ വിസ്ഡം യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ മംഗലാപുരത്ത് നമ്മുടെ ഉള്ളാൾ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് മംഗലാപുരത്തും ഈ ഉള്ളാൾ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ കേൾക്കുന്ന സഹോദരങ്ങൾ കുടുംബസമേതം നിങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. എന്നിട്ട് എന്താണ് ഖബർ സിയാറത്ത്, എന്താണ് ഖബർ, എന്താണ് അതിനോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നതിനെക്കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ പഠിക്കണം. അതിനെതിരായി വരുന്ന ആക്ഷേപങ്ങൾ എന്താണ്, അതിന് നിജസ്ഥിതി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ഹൃദ്യമായൊരു പ്രോഗ്രാമാണിത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിലേക്ക് പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.